കടൽ തിരമാലകളെ കീറിമുറിച്ച് കാറ്റിന്റെ ദിശയ്ക്കൊപ്പം INS സുദർശിനി യാത്ര തിരിച്ചു. Our mission is not just a feat of navigation, but also a feat of importance as far as 3 core objectives are concerned. നമസ്കാരം. ഭാരതത്തിന്റെ സമുദ്ര പൈതൃകം വിളിച്ചോതി ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പൽ INS സുദർശിനി ലോകയാത്രയ്ക്കായി പായ നിവർത്തി. 10 മാസം നീണ്ടുനിൽക്കുന്ന യാത്ര ലോകയാൻ 26 ദക്ഷിണ നാവിക കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ സമീർ സക്സേന ഫ്ലാഗ് ഓഫ് ചെയ്തു. ലോകരാജ്യങ്ങൾക്കിടയിൽ സൗഹൃദത്തിന്റെ സന്ദേശം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സമുദ്രയാത്ര. കടൽ തിരമാലകളെ കീറിമുറിച്ച് കാറ്റിന്റെ ദിശയ്ക്കൊപ്പം INS സുദർശിനി യാത്ര തിരിച്ചു. കൊച്ചി നേവൽ ബേസിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ദക്ഷിണ നാവിക കമാൻഡ് ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇന്ത്യയുടെ അംബാസഡർ അറ്റ് ലാർജ് എന്നാണ് കപ്പലിനെ വൈസ് അഡ്മിറൽ വിശേഷിപ്പിച്ചത്. കേവലം ഒരു നാവിക യാത്ര എന്നതിലുപരി ഇന്ത്യയുടെ വിദേശ നയതന്ത്രത്തിൻ്റെ ഭാഗം കൂടിയാണ് ലോകയാൻ 26. ലോകം ഒരു കുടുംബമാണെന്ന വസുദൈവ കുടുംബകം എന്ന സന്ദേശമാണ് സുദർശിനി ഈ യാത്രയിലൂടെ നൽകുന്നത് എന്ന് കപ്പലിൻ്റെ കമാൻഡിംഗ് ഓഫീസർ രവികാന്ത് നന്ദൂരി പറഞ്ഞു. During this deployment, our mission is not just a feat of navigation, but also a feat of importance as far as 3 core objectives are concerned. Firstly, strengthening the bridges of friendship with our friendly countries and neighbors. Second, to promote Vasudhaiva Kutumbakam, or the world is one spirit that India and Indian Navy employs. And lastly, to promote India's capabilities and support system and the concept of Mahasagar, where we help not just our friendly nations in Indian Ocean region but also across the globe. 10 മാസത്തിനിടയിൽ 22,000 നോട്ടിക്കൽ മൈലുകളാണ് ഈ പായ്ക്കപ്പൽ പിന്നിടുക. 13 രാജ്യങ്ങളിലെ 18 തുറമുഖങ്ങൾ സന്ദർശിക്കും. നാവികസേനയിലെയും കോസ്റ്റ് ഗാർഡിലെയും 200ഓളം കേഡറ്റുകൾക്ക് ഈ യാത്രയിൽ പ്രായോഗിക പരിശീലനം ലഭിക്കും. കമ്പ്യൂട്ടറുകളുടെയും ആധുനിക യന്ത്രങ്ങളുടെയും സഹായമില്ലാതെ കാറ്റിനെയും നക്ഷത്രങ്ങളെയും ആശ്രയിച്ച് കടൽ യാത്ര ചെയ്യുന്ന പഴയകാല രീതികളിൽ ഇവർക്ക് പരിശീലനം നൽകും. അമേരിക്കയുടെ 250-ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ന്യൂയോർക്കിൽ നടക്കുന്ന സെയിൽ 250യിലും ഫ്രാൻസിലെ അന്താരാഷ്ട്ര പായ്ക്കപ്പൽ മേളയിലും സുദർശിനി ഭാരതത്തിൻ്റെ സാന്നിധ്യമറിയിക്കും. നാവിക ഉദ്യോഗസ്ഥരും കുടുംബാംഗങ്ങളും സ്കൂൾ കുട്ടികളും ചേർന്നാണ് സുദർശിനിക്ക് യാത്രയയപ്പ് നൽകിയത്. സമുദ്ര സുരക്ഷയ്ക്കായുള്ള മഹാസാഗർ എന്ന ഇന്ത്യയുടെ കാഴ്ചപ്പാടും ഈ യാത്രയിലൂടെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കപ്പെടും. അടുത്ത വർഷം ജനുവരിയോടെ ആഗോള പര്യടനം പൂർത്തിയാക്കി INS സുദർശിനി ഇന്ത്യയിൽ തിരിച്ചെത്തും. കൊച്ചിയിൽ നിന്നും R. പിയൂഷ്, മറുനാടൻ മലയാളി.